السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد. ഖുർആൻ ഓതുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ ഇഖ്റഅ വർതഖി വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖുർആനിൻ്റെ വക്താക്കളോട് പറയപ്പെടുന്നതാണ്, ഈ ലോകത്ത് നീ സാവധാനം ഖുർആൻ ഓതിയതുപോലെ ഇവിടെയും, അതായത് സ്വർഗത്തിൽ, നീ പാരായണം ചെയ്തു കൊള്ളുക. നീ ഓതുന്ന വചനത്തിൻ്റെ അവസാനത്തിലാണ് നിന്റെ പദവി നിലകൊള്ളുന്നത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഖുർആൻ എത്ര ഓതുന്നുവോ അത്ര സ്വർഗത്തിൽ പദവി ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് എന്നർത്ഥം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. അൽ ഖുർആനു ഹുവ കലാമുല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. കലാമുകളിൽ വെച്ച്, വചനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതും ശ്രേഷ്ഠമായതുമാണ് ഖുർആൻ. അങ്ങനെയുള്ള ആ ഖുർആനിനെ ഒരാൾ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുകയും അതിനെ മനഃപ്പാഠമാക്കുകയും അതിനെ ഓതുകയും ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആയിരിക്കും. അതുപോലെ തന്നെ ദുന്യാവിലും ആഖിറത്തിലും ഏറ്റവും മഹത്വമുള്ളവനുമായിരിക്കും. ഈ ഹദീസിൽ ഖുർആനിനെ ചുമക്കുന്ന, അല്ലെങ്കിൽ ഖുർആനെ മനഃപ്പാഠമാക്കുന്ന, ഖുർആനെ ഓതുന്ന, ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ശ്രേഷ്ഠതയാണ് വിശദീകരിക്കുന്നത്. സ്വർഗത്തിലേക്ക് നല്ല ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ സ്വർഗത്തിൽ കടക്കുമ്പോൾ അവൻ ഖുർആൻ ഓതുന്ന വ്യക്തി കൂടിയാണ് എങ്കിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട ആളാണ് എങ്കിൽ അവനോടാണ് ഈ പറയുന്നത്. ഖുർആൻ ഓതുന്നു, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നു, ഖുർആനുമായി എപ്പോഴും ബന്ധപ്പെടുന്നു, അതിനെ പാരായണം ചെയ്യുന്നു, അതിനെ മനഃപ്പാഠമാക്കുന്നു, അതുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥിരമായി പുലർത്തുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആണ് ഇങ്ങനെയുള്ള ഒരു സംസാരം അവിടെ വരുന്നത്. സ്വർഗത്തിൽ ആളുകൾ പ്രവേശിക്കുന്ന സമയത്ത് പല ആളുകളും പല നിലക്കാണ് അവിടുത്തെ പദവികൾ അവർക്ക് ലഭിക്കുക. അത് ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ ഖുർആനിനെ മനഃപ്പാഠമാക്കിയതിനനുസരിച്ചും ഖുർആന് കൊണ്ട് അമൽ ചെയ്തതനുസരിച്ചും ഖുർആൻ ഓതുമ്പോൾ ചിന്തിച്ചതനുസരിച്ചും ഖുർആൻ പാരായണം ചെയ്തതനുസരിച്ചുമൊക്കെ അവിടെ പദവികൾ വ്യത്യാസപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ ഓതി ഖുർആനുമായി ബന്ധപ്പെട്ട ആളോട് പറയുന്നത്, ഇഖ്റഇൽ ഖുർആന, ഈ സ്വർഗത്തിലും നീ ഖുർആനെ ഓതുക. എന്നിട്ട് സാവധാനം ആ ഖുർആനെ നീ എങ്ങനെയായിരുന്നോ ദുനിയാവിൽ ഓതിയിരുന്നത് അതുപോലെ ഖുർആൻ ഓതിക്കൊണ്ട് നീ ഖുർആനിൻ്റെ ലാസ്റ്റ് എവിടെയാണോ നീ ഖുർആൻ ഓതി വെക്കുന്നത് അതുവരെ നിനക്ക് സ്വർഗത്തിൽ സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ് എന്നാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അത്രക്കും വലിയ ശ്രേഷ്ഠതയാണ് ഖുർആനുമായി ബന്ധപ്പെടുക എന്നുള്ളത്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.